അപ്പോൾ ഇത് നമുക്ക് ആറ്റിങ്ങ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുതലപ്പുഴയിലേക്ക് പോയി. വേറെ ഒന്നിനുമല്ല, നല്ല ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ ആദ്യത്തെ ഹാർബറിൽ കയറിയപ്പോഴത്തേക്കും അവിടെ മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് നമ്മൾ വന്നപ്പോൾ പാലത്തിൻ്റെ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അപ്പോൾ തിരക്കൊന്നുമില്ല, ഇപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ കായലിൻ്റെ നടുക്കൊരു യന്ത്രം കിടപ്പുണ്ട്. അത് വേറൊന്നുമല്ല, ഈ കായലിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മണൽ മാറ്റുന്ന ഒരു യന്ത്രമാണ്. അപ്പോൾ മണലും വെള്ളവും പമ്പ് ചെയ്ത് വേറൊരു കുളം കണക്ക് കുഴിച്ചിട്ടുണ്ട്. അതുവഴി വന്ന് വീഴും. എന്നിട്ട് വെള്ളം മാത്രം ഓവർഫ്ലോ ആയി വീണ്ടും കടലിലേക്ക് പോകും. മണൽ അവർ നിറയുമ്പോൾ ഹിറ്റാച്ചി കൊണ്ട് കോരിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്നു. അപ്പോൾ അധികം ആളുകളൊന്നുമില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാ തവണയും വരുന്നു, നമ്മളിത് കണക്ക് നിൽക്കുന്നു, ഹാർബറിൽ പോകുന്നു, മീൻ മേടിക്കുന്നു. അത് ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നോക്കുമ്പോൾ കടലിൻ്റെ നടുക്കൂടെ ഒരു കടൽപ്പാലം പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇതുപോലെ ഉണ്ട്. അതിനകത്ത് പണി നടക്കുകയാണ്, നമ്മളെ പുലിമുട്ടിൻ്റെയൊക്കെ പണി നടക്കുകയാണ്. അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഗേറ്റൊന്നുമില്ല, അങ്ങനെ ഓപ്പണാക്കി ഇട്ടേക്കാണ്. എന്തായാലും അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലൂടെ അടിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതുവഴി നടന്നു പോവാം. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇച്ചിരി നടക്കാനുണ്ട്. നമുക്ക് മടുപ്പൊന്നും തോന്നിയില്ല, കാരണം അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് പോയപ്പോൾ ഉള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും. ഇത് നമ്മുടെ കായലാണ്, തൊട്ടിപ്പുറത്തെ സൈഡ് കടൽ. കടലെന്ന് വെച്ചാൽ ഇപ്പം തിരയൊക്കെ വളരെ കുറവാണ്, എന്താണെന്ന് അറിയാൻ വയ്യ. തിരയൊന്നും വലുതായിട്ടില്ല, പക്ഷെ നല്ല ആഴമുണ്ട്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ബോട്ടുകൾ മീനൊക്കെ പിടിക്കാൻ കാണും. അപ്പം മീൻ കുറവാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മീൻ പിടിക്കാനുള്ള ബോട്ടുകളൊക്കെ തീരെ കുറവായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നമ്മൾ നിന്ന് കേട്ടോ. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പം കുറേ ചേട്ടന്മാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അന്നും മീനൊന്നും കിട്ടിയില്ല. നമ്മൾ മീൻ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോഴവർ പറയുന്നത് വെച്ചാൽ ഇപ്പോഴും കടലിലെ വെള്ളം കായലിലോട്ട് കയറുന്നൊരു സമയമാണ്. അപ്പോൾ ഇത് തിരിച്ചിറങ്ങുന്ന സമയത്താണ് മീൻ കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പം അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും, കാരണം കടലിനേക്കാളും തിരയുണ്ട് കേട്ടോ ഇപ്പോൾ കായലിൽ. അപ്പോൾ അവർ നനയാതിരിക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് മീൻ പിടിക്കുന്നു. പിന്നെ നമ്മൾ നടന്ന് മുന്നോട്ട് പോയി. അപ്പോൾ നമ്മളെ എൻഡിങ് എന്ന് പറയണത് ഇതുപോലെ പുലിമുട്ടുകളൊക്കെ നിരത്തി വെച്ചേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പുലിമുട്ടിൻ്റെ ഇടയിലൊക്കെ ഓരോരുത്തരിരുന്ന് മീൻ പിടിക്കുകയാണ്. അപ്പോൾ നമുക്കത് വീഡിയോ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് എൻഡ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നല്ല ആഴമുണ്ട് അവിടെ. കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം, പക്ഷെ പോയില്ല. അവിടെ നിന്ന് വീഡിയോ എടുത്ത് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി നമ്മളൊരാളെ പരിചയപ്പെട്ടു കേട്ടോ. അവിടെ സ്ഥിരമായിട്ട് ചൂണ്ടയിടുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടന് ഇന്ന് അയല മീനിട്ട് ഒരു ചെമ്പല്ലിയാണ് കിട്ടിയത്. ഒരു ഫ്രഷ് ചെമ്പല്ലി നമ്മൾ എടുത്തപ്പോൾ ചത്തിട്ട് പോലും ഇല്ല. നല്ലൊരു മീനാണ് പുള്ളിക്ക് കിട്ടിയത്. പുള്ളി അതും കൊണ്ട് വീട്ടിൽ പോവേന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.